എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമും എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായി ശ്രദ്ധിക്കാം. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. വിശദമായ വാർത്തയിലേക്ക് തന്നെ എടുക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം വന്നു. കണ്ടിട്ടുണ്ടാകും. നമ്മളത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും യൂണിവേഴ്സിറ്റി സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻ നോക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതിയാവും. അതിൽ പറഞ്ഞിരിക്കുന്നത് രജിസ്ട്രേഷൻ ഒക്ടോബർ മാസം 3-ാം തീയതി മുതൽ ആരംഭിക്കുമെന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയിച്ചിരിക്കുന്നത്. 14-ാം തീയതി വരെ, ഒക്ടോബർ മാസം 14-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് പിഴയില്ലാതെയും ഒക്ടോബർ മാസം 17-ാം തീയതി വരെ 255 രൂപ പിഴയോടുകൂടിയും അപ്ലൈ ചെയ്യാം. ഒക്ടോബർ മാസം 3 മുതൽ 14 വരെ പിഴയില്ലാതെയും ഒക്ടോബർ മാസം 17-ാം തീയതി വരെ 255 രൂപ പിഴയോടുകൂടി അപ്ലൈ ചെയ്യാം. പരീക്ഷ നവംബർ മാസം 3-ന് ആരംഭിക്കുമെന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത്. വിവരം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഈ പരീക്ഷ എന്ന് പറയുന്നത് FIUGP 2025 ഈ വർഷം 2025 പ്രവേശനം എടുത്ത വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ് ഇപ്പോൾ കാര്യം പറഞ്ഞത്. എന്നാൽ ഇനി സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുണ്ട് ഒന്നാം സെമസ്റ്ററിൽ. ആ വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ നടപടികളൊക്കെ ഫസ്റ്റ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. നോട്ടിഫിക്കേഷൻ നേരത്തെ വിളിച്ചു, രജിസ്ട്രേഷൻ ഓൾറെഡി കഴിഞ്ഞതാണ്. അങ്ങനെ വരുമ്പോൾ ഇനി എന്തായിരിക്കും പരീക്ഷ എന്ന് ചോദിക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി പറയുകയാണെങ്കിൽ എക്സ്പെക്റ്റ് നവംബറിൽ തന്നെ ഉണ്ടാകും. കാരണം ഓഡ് സെമസ്റ്റർ 1, 3, 5 സെമസ്റ്ററാണ് ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ. 2, 4, 6 സെമസ്റ്ററാണ് ഈവൻ സെമസ്റ്റർ പരീക്ഷകൾ. ഈ ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ നവംബറും അതുപോലെ തന്നെ ഈവൻ സെമസ്റ്റർ പരീക്ഷകളും മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലാണ് നടക്കാറ് സാധാരണ. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എക്സ്പെക്റ്റ് ഒരു 90% നവംബറിൽ തന്നെ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം 30-ാം തീയതിയാണ്. ഇപ്പോൾ FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളും ആരംഭിക്കുന്നത് എന്ന് തന്നെയാണ്, നവംബർ മാസം 3 മുതലാണ്. അതുപോലെ തന്നെ FIUGP 3-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുന്നത് നവംബർ 3 മുതൽ തന്നെയാണ്. അതുകൊണ്ടാണ് തീർച്ചയായും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. പരീക്ഷ ഇപ്പോൾ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഇപ്പോൾ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളോടൊക്കെ പറയാനുള്ളത്, ഇനി വിളിക്കാൻ പോകുന്ന 2, 4, 6 സെമസ്റ്റർ പരീക്ഷകൾ എഴുതാം. പക്ഷേ അടുത്ത വർഷം വിളിക്കാൻ പോകുന്ന 1, 3, 5 സെമസ്റ്റർ പരീക്ഷയിൽ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളൊക്കെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ സപ്ലി ഉണ്ടെങ്കിൽ ഇനി എഴുതാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥിയുടെ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ ഒരു വിദ്യാർത്ഥി ഏതൊരു വർഷം അഡ്മിഷൻ എടുക്കുന്നോ ആ വർഷം മുതൽ 5 to 6 ഇയേഴ്സാണ് വാലിഡിറ്റി പീരീഡ്. അപ്പോൾ 2020 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ വാലിഡിറ്റി പീരീഡ് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഇനി അവർക്ക് അടുത്ത വർഷം 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഒന്നാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടാണ്. എന്നാൽ 2021, 22, 23 വർഷങ്ങളിലൊക്കെ പ്രവേശനം എടുത്തവർക്ക് ഇനിയും ചാൻസസ് ഉണ്ട് എന്ന് കരുതിയിരിക്കാതെ എന്ത് ചെയ്യണം, ചാൻസസ് ഉണ്ട്. പക്ഷേ ഓരോ സെമസ്റ്റർ കംപ്ലീറ്റ് ആയി പോകുമ്പോഴും അത് ക്ലിയർ ചെയ്തു പോകുന്നതാണ് ഏറ്റവും ഉചിതം. അല്ലാത്ത പക്ഷം പിന്നീട് സപ്ലൈ എഴുതാൻ വരുമ്പോൾ അത് ബുദ്ധിമുട്ടാകും. ഇപ്പോൾ 4 ഇയർ ഡിഗ്രി വന്നേ പിന്നെ FIUGP സാധാരണ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഒന്നിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ റെഗുലർ വിദ്യാർത്ഥികളുടെ വേറെയും സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളുടെ വേറെയാണ്. ഇത് തമ്മിലുള്ള ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഓരോ സെമസ്റ്റർ കംപ്ലീറ്റ് ആക്കി പോകുമ്പോഴും തീർച്ചയായും ക്ലിയർ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കാം. അപ്പോൾ പുതിയ കാണുന്നതിന് ഫൗണ്ടർ സ്ക്രിപ്റ്റ് ടേക്ക് ഫോർ വാച്ചിങ്. ബൈ.